ഗൈസ് ഞാനൊരു ആലപ്പുഴക്കാരിയായിട്ട് ഞാൻ ഇതുവരെ ലൈറ്റ് ഹൗസ് കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ വാതിക്കൽ നിൽക്കും. ഞങ്ങൾ ആദ്യം ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ അത് അടച്ചിട്ടേക്കൊന്ന് വിചാരിച്ചു ഇവിടെ ഇരുന്ന് ഗൈസ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾക്കും ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ ക്യാഷ് എടുക്കത്തുള്ളൂ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോൾ പറഞ്ഞ് ക്യാഷ് എടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നു. അപ്പോൾ GPay ചെയ്ത് കൊടുത്തിട്ട് മേടിച്ച് ഞങ്ങളിത് ഇപ്പോൾ ലൈറ്റ് ഹൗസ് എന്ത് ചെയ്യുമോ പിന്നെ മണ്ടേ കയറാമോ കൊള്ളാം ഇത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കയറി. അപ്പോൾ ആലപ്പുഴയുടെ ചരിത്രം ഇറങ്ങുന്നൊരു സ്ഥലമാണ് ഗൈസ് നമ്മുടെ ഈ ബീച്ച് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഈ കപ്പലൊക്കെ ഉള്ള സമയത്ത് ആ കപ്പലിനൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. വീടല്ലേ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി. കൊച്ചിലേ തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു ലൈറ്റ് ഹൗസ് കാണാൻ, ലൈറ്റ് ഹൗസ് കാണണം. എനിക്ക് ഇന്നത്തോടെ അതങ്ങോട്ട് തീർന്നു കിട്ടി. എന്താടി പേടി വന്നതിന്റെ കൊണ്ടേ നോക്കിട്ട് എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയത് കണ്ട. എനിക്ക് നാട്ടിടിക്കുന്നത് എവിടെയാണ് ഡ്രൈവിങ് പഠിക്കുന്നത് കണ്ട. കുറച്ച് വെള്ളമാണെന്നേ ഉള്ളത്. അങ്ങോട്ട് സെറ്റായി. ഇങ്ങോട്ട് ഇറങ്ങിയ കുഴപ്പമുണ്ടോ? എന്താ അപ്പതേ ഇല്ലം വഴി ട്രെയിൻ പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഇതെവിടാ സ്ഥലം? ആ റെയിൽപാളം പോണ എവിടെയാണ്? തേരട്ട പോണ പോലെ ഇരിക്കുന്നു ഇവിടെ നോക്കിയിട്ട്. നീളത്തിന്റെ കാര്യത്തിൽ പാമ്പും. അപ്പോൾ ഗൈസ് നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട്. നിങ്ങൾ ആലപ്പുഴ വരുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വരാം. ഞാൻ ആദ്യമായിട്ടാണ്. എല്ലാം കാണാം ഇവിടെ ഉള്ള. തല ഇടിച്ച് കടലുണ്ടോ? ഞങ്ങൾ ഇറങ്ങുവാണേ. കേറിയ പോലെ അല്ല ഇറങ്ങാനോട് പേടി വരുന്നത് കൂടുതൽ. പക്ഷേ ഇങ്ങനെ കയറി വരുമ്പോ എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ടായിരുന്നു. എല്ലാം എന്താ കാണുന്നതിനുള്ളേ. ഇപ്പൊ അങ്ങതില്ലല്ലോ. ഇപ്പൊ പേടി പോയില്ല. ഇപ്പൊ അവിടെ നിറച്ചാണ്. നമ്മൾ വന്നപ്പോ ആരും ഇല്ലാഞ്ഞുകൊണ്ടൊരു പേടി ഉണ്ടായിരുന്നു.